ഹായ് ഹലോ ഗായ്സ്, എല്ലാവർക്കും ചിഞ്ചു വ്ളോഗ്സിലേക്ക് സ്വാഗതം. നമുക്കിന്നൊരു പരിപ്പ് കറി ഉണ്ടാക്കിയാലോ? നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു പരിപ്പ് കറി ഉണ്ടാക്കാം. ഇതിൽ ഒരു വ്യത്യസ്തമായ ഒരു പരിപ്പ് കറിയാണ്. ഇതിൽ കുറച്ച് ചേരുവകളൊക്കെ വ്യത്യസ്തമായി ചേർക്കുന്നുണ്ട്. നമുക്കിത് എന്തായാലും ഉണ്ടാക്കുന്നതെന്ന് ഇതിൻ്റെ വേണ്ട സാധനങ്ങൾ നമുക്ക് നോക്കാം. ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഒരു 200 ഗ്രാം പരിപ്പ് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. 200 ഗ്രാം പരിപ്പ് 3-4 പ്രാവശ്യം കഴുകിയെടുത്തതാണ്. ഇനി അതിലേക്ക് നമുക്ക് ഒരു സവാള, കുറച്ച് വലിപ്പമുള്ള ഒരു സവാള ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത്, പിന്നെ ഒരു തക്കാളി വലിയ തക്കാളിയാണെങ്കിൽ ഒന്ന്, അല്ലെങ്കിൽ ഒരു അര തക്കാളിയും കൂടി. എൻ്റെ കയ്യിൽ ഇത്രയുള്ള തക്കാളിയാണ്, അപ്പോൾ ഞാൻ 1.5 തക്കാളി എടുത്തു. ഇനി നമ്മൾക്ക് 4-3 നമ്മുടെ ആവശ്യത്തിനുള്ള പച്ചമുളക്. ഇത് എരിവ് കൂടുതലായതുകൊണ്ട് ഞാൻ 3 പച്ചമുളക് എടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് ഈ പരിപ്പ് ഒരു കുക്കറിലോട്ട് മാറ്റി ഒരു 3-4 വിസിലൊന്നടിക്കുന്നത് വരെ നമുക്കിരിക്കാം. ഒരു പരിപ്പ് ഒന്നിട്ട് ഒരു 1.5 ഗ്ലാസ് വെള്ളം, 1.5 അല്ലെങ്കിൽ 2 ഗ്ലാസ്, ഞാനിത് ഒരു 1.5 ഗ്ലാസ് വെള്ളം മാത്രമേ ഒഴിക്കുന്നുള്ളൂ. പിന്നെ ഇപ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടിയോ ഉപ്പോ ഒന്നും ചേർത്തിട്ടില്ല. നമ്മളിത് നന്നായിട്ടൊന്ന് വേകുന്നിടം വരെ ഒരു 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കുക്കറൊന്ന് അടുപ്പത്ത് വെച്ച് അടച്ചു വെച്ച് നമ്മളൊന്ന് വേവിച്ചെടുക്കുക. ഇനി നമുക്കിതൊന്ന് വെന്തൊരു 3 വിസിൽ അല്ലെങ്കിൽ ഒരു 4 വിസിൽ വരുന്നിടം വരെ ഒന്ന് വേവിക്കുക. ഇപ്പോൾ വിസിലൊക്കെ വന്നു, നല്ല തണുത്തു. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. അതേ പരിപ്പ് നല്ലതുപോലെ വെന്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാമെന്ന് തോന്നുന്നു. അപ്പോൾ നോക്കിയാൽ നന്നായിട്ട് വെന്തിട്ടുണ്ട് പരിപ്പ്. നല്ല നോക്കിയാൽ തന്നെ അറിയാം നന്നായിട്ട് വെന്തു. ആ 1.5 ഗ്ലാസ് വെള്ളമേ ഉള്ളൂ. 3 വിസിലോടുകൂടി പരിപ്പ് നന്നായി വെന്തു. ഇനി നമുക്ക് മാറ്റി ഒരു ചട്ടി അടുപ്പത്ത് വെച്ചു. നമുക്കതിലോട്ട് നെയ്യാണ് ഒഴിക്കുന്നത്, എണ്ണയല്ല. നമ്മൾ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുക. തീ സിമ്മിലാക്കിയിട്ട് നെയ്യ് ഒഴിക്കുക. അതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർക്കുക. സവാള നന്നായിട്ടൊന്ന് ഒരു നിറം നന്നായി ഒന്ന് മാറി വരുന്നിടം വരെ ഒന്ന് നമ്മൾ വഴറ്റണം. നന്നായിട്ടൊന്ന് മൂത്ത് വരുന്നിടം വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഏകദേശം ഒരു കളർ കുറച്ചൊന്ന് മാറാൻ തുടങ്ങിയിട്ടുണ്ട്. കളറൊന്ന് മാറി കിട്ടിയിട്ടുണ്ട്, ഒന്ന് വാടി കിട്ടിയിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർക്കുന്നത്. 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കുക. ആ പച്ചമണം ഒന്ന് മാറുന്നിടം വരെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർക്കുക. തക്കാളി ഒന്ന് വെന്തുടയണം, അതുവരെ നമ്മളൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. തക്കാളി കൂടെ നന്നായി കഴിയുമ്പോഴത്തേക്ക് അതിലോട്ട് നമ്മൾക്കിനി പച്ചമുളക് ഒന്ന് ചേർക്കണം. തക്കാളി ഒന്ന് വെന്ത് ഒരു ചെറുതായിട്ടൊന്ന് വേകുന്നിടം വരെ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. തക്കാളി ഏകദേശം ഒന്ന് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി അതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ചേർക്കുക. പച്ചമുളകും കൂടി ഒന്ന് വാടണം. പച്ചമുളക് ഒന്ന് നന്നായിട്ട് വാടി വരുന്നിടം വരെ നമ്മൾ ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ്, നമ്മൾ ആദ്യം ഉപ്പ് ചേർത്തിട്ടില്ല. പരിപ്പ് വേവിച്ചപ്പോൾ ഉപ്പോ മഞ്ഞൾപ്പൊടി ഒന്നും നമ്മൾ ചേർത്തിട്ടില്ല. ഇപ്പം നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തു. അതിലോട്ട് നമ്മൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തു. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്കിതിലോട്ട് ആവശ്യമായ ഇപ്പോൾ ഒരു എണ്ണയൊക്കെ ഏകദേശം ഒന്നിതായി വന്നിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ ഒരു കാശ്മീരി മുളക് പൊടിയാണ്, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, ഒരു ടീസ്പൂണാണ്. ടീസ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. നമ്മൾ ആദ്യം തന്നെ പച്ചമുളക് എരിവിനിട്ടിട്ടുണ്ട്, നമ്മൾ ഇഷ്ടത്തിനിടാം. അതിലോട്ട് ഞാൻ പൊടിച്ച് വെച്ച ഗരം മസാലയാണ്, ഞാൻ വീട്ടിലുണ്ടാക്കിയ ഗരം മസാലപ്പൊടിയാണ്. അപ്പം ആ ഗരം മസാലപ്പൊടി കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം.
നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ പരിപ്പ് കറി ഏകദേശം റെഡിയായി. ഇനി നമുക്കിതിലോട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തത് നന്നായിട്ടൊന്ന് ഇതാകുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് നമുക്ക് ഇതിലോട്ട് ഒഴിക്കണം. ഇത് നന്നായിട്ട് കുറച്ചുകൂടി ഒന്ന് ഇതായി വരുമ്പോഴത്തേക്ക് നമുക്ക് അതിലോട്ട് നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന പരിപ്പ് നമുക്കിതിലോട്ട് ഒഴിക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ അരപ്പും പരിപ്പും എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. ഇത് കുറച്ച് വലിപ്പമുള്ള പരിപ്പാണ്, കുറച്ച് വലിയ പരിപ്പാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നത്. ചെറിയ പരിപ്പ് നമ്മൾ ഒട്ടും കാണുകയില്ല, പരിപ്പാന്ന് കാണുകയില്ല. എനിക്ക് മേടിച്ചപ്പോൾ കുറച്ച് വലിയ പരിപ്പാണ് കിട്ടിയത്. നമ്മൾ ആവശ്യത്തിന് ഒരു കുറച്ച് ചൂടുവെള്ളം, എനിക്ക് ചാറ് തീരെ കുറവായതുകൊണ്ട് ഞാനൊരു കുറച്ച് അര ഗ്ലാസോളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തു. ഇനി ഇത് നന്നായിട്ടൊന്ന് തിള വരുന്നിടം വരെ നമുക്ക് വെച്ചേക്കാം. ചെറുതായിട്ട് തിള വന്ന് തുടങ്ങി. നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾക്കിതെടുത്തിഞ്ഞ് നമ്മൾ മാറ്റി അത് നമുക്ക് ഇനി ഇതിലേക്ക് കടുകും കൂടെ വറുത്ത് ചേർത്ത് കഴിഞ്ഞാൽ കഴിഞ്ഞു, നമ്മുടെ പരിപ്പ് കറി റെഡിയായി. നന്നായിട്ട് നമുക്ക് തിള വന്ന് നമ്മൾ അടുത്ത് വേറൊരു പാൻ വെച്ചു. അതിലൂടെ നമുക്കിനി നെയ്യാണ് ചേർക്കുന്നത്, എണ്ണയല്ല. നെയ്യ് ചേർത്തു. നെയ്യ് ചൂട് വരുമ്പോഴത്തേക്ക് നമുക്കൊരു ടീസ്പൂൺ കടുക് ചേർക്കാം. കടുകൊന്ന് പൊട്ടി വരുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. കടുക് ഇപ്പോൾ നന്നായിട്ടൊന്ന് പൊട്ടി വന്നിട്ടുണ്ട്. അതിലൂടെ നമുക്കൊരു നുള്ള് ജീരകമേ, ചെറിയ ജീരകം ഒരു നുള്ള് ചേർക്കുക. ഒത്തിരി ചേർത്താൽ ചുവയ്ക്കും, അതുകൊണ്ട് ഒരു നുള്ള് ചെറിയ ജീരകം ചേർക്കുക. ഇനി ഒരു 4 ഉണക്കമുളക് രണ്ടായിട്ട് മുറിച്ചത് ഒരു 4 എണ്ണം ചേർക്കുക. 4 5 നമ്മുടെ ഇഷ്ടത്തിന് ചേർക്കാം. ഞാനൊരു 4 ഉണക്കമുളക് ചേർത്തിട്ടുണ്ട്. അതൊന്ന് മൂത്ത് വരുന്നുണ്ട്. ഇനി അതിലോട്ട് നമുക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്തു. നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മൂത്ത് വരുന്നിടം വരെ നിൽക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് ഒരു 1/4 ടീസ്പൂണ് നമ്മൾ ഒരു കായപ്പൊടിയും കൂടെ ചേർക്കണം. അതോടുകൂടി നമ്മുടെ പരിപ്പ് കറി ഇവിടെ റെഡിയായി. പിന്നെ ഒരു 1/4 ടീസ്പൂണ് നമുക്ക് കായപ്പൊടിയും കൂടി ചേർക്കുക. ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന മറ്റ് ബൗളിലോട്ടാക്കിയ പരിപ്പ് കറിയിലോട്ട് ഒഴിച്ചു കൊടുത്തു. നമ്മുടെ പരിപ്പ് കറി അങ്ങനെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ഉണ്ടാക്കി ഒന്ന് നോക്കുക. കാണുന്നത് പോലെയല്ല, ഉണ്ടാക്കി നോക്കിയിട്ട് എല്ലാവരും അഭിപ്രായം പറയുക. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു കറിയാണ്. നമുക്കതിന് ചപ്പാത്തിക്കും നൂൽപുട്ടിനും പൂരിക്കൊക്കെ ഏറ്റവും നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു കറിയാണ്. എല്ലാവരും ഇത് പരിപ്പ് കറി വെച്ച് നോക്കുക. നമ്മൾ ഇതിൽ ചേർത്തിരിക്കുന്നതെല്ലാം കുറച്ച് വ്യത്യാസം